വളരുന്ന തലമുറയ്ക്ക് ദിശാബോധം നൽകുന്നതിൽ ഭാഗവതത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ഭാഗവതാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യ കുറിച്ചിത്താനം പൂതൃക്കോവിൽ ക്ഷേത്രത്തിലെ സുവർണ ജൂബിലി സപ്താഹ വേദിയിൽ പ്രഭാഷണം നടത്തി. പുരാണാതിഹാസങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ സരസമായി വിശദീകരിച്ച് മുൻ DGP അലക്സാണ്ടർ ജേക്കബിന്റെ പ്രഭാഷണവും സപ്താഹവേദിയിൽ നടന്നു. കുറിച്ചിത്താനം പൂതൃക്കോവിൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 50ാമത് ഭാഗവത സപ്താഹ യജ്ഞവേദിയിലെത്തിയ സ്വാമി ഉദിത് ചൈതന്യ ഭാഗവത പാരായണത്തിലൂടെ ആർജിക്കേണ്ട വിപുലമായ അറിവുകളെക്കുറിച്ച് വിശദീകരിച്ചു. വളരുന്ന തലമുറയെ മൂല്യബോധത്തിലൂടെ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേവലം ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ട് ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല എന്നല്ലേ? ശരിയാണോ ഞാൻ പറയണത്? ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ട് മാത്രം ഏതുണ്ടാവില്ല? ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല, മെന്റൽ മെച്യൂരിറ്റി ഉണ്ടാവില്ല. അപ്പൊ മെന്റൽ മെച്യൂരിറ്റി ഉണ്ടാവാൻ എന്താ വേണ്ടത്? അതിനാണ് ഭക്തി, നാമജപ സംസ്കാരം. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരുന്ന് ഓങ്കാരവും നാമവും ജപിക്കുക. ഞാൻ ഈ പറയുന്നുണ്ടല്ലോ, കുറച്ച് നമ്മൾ കമ്പാരിസൺ ചെയ്യണം. പുരാണ ഇതിഹാസ ശ്രവണങ്ങൾക്കൊപ്പം ആശയങ്ങൾ ഹൃദിസ്ഥമാക്കാൻ കുട്ടികൾക്കും അവസരമൊരുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ആധ്യാത്മികതയിലൂന്നി ജീവിത വിജയം നേടാൻ മുതിർന്നവർക്കൊപ്പം കുട്ടികളെയും പരിശീലിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കനത്ത മഴയെ അവഗണിച്ച് നൂറുകണക്കിന് ആളുകളാണ് സ്വാമി ഉദിത് ചൈതന്യയുടെ പ്രഭാഷണം കേൾക്കാൻ സപ്താഹ യജ്ഞവേദിയിലെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് നടന്ന മുൻ DGP അലക്സാണ്ടർ ജേക്കബിന്റെ പ്രഭാഷണവും ശ്രോതാക്കളെ ആകർഷിച്ചു. ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ പ്രാധാന്യവും കഥാശ്രവണത്തിലൂടെ ആർജിക്കേണ്ട അറിവുകളും ഓരോ ഭാഗവത കഥയിലും ഉൾക്കൊള്ളുന്ന ആശയങ്ങളും അലക്സാണ്ടർ ജേക്കബ് സരസമായി വിശദീകരിച്ചു. 20% നിങ്ങളുടെ പുരയിടത്തിന് 100 പടം നെല്ലുണ്ടാക്കിയാൽ 20 പടം നെല്ല് വർഷത്തിന് കൊടുക്കണം, 80 പടം നിങ്ങൾക്ക് എടുക്കാം. അതേ കൃഷിഭൂമിയിൽ നിന്ന് നിങ്ങൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് 200 പടം നെല്ലുണ്ടാക്കിയാൽ. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി യജ്ഞാചാര്യനായി കുറിച്ചിത്താനം പൂതൃക്കോവിൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന 50ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ 5ാം ദിവസമായ ചൊവ്വാഴ്ച ശ്രീകൃഷ്ണാവതാരം, ബാലലീല, കാളിയമർദ്ദനം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്തത്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.